ഒരു റൗണ്ട് പൊട്ടിക്കൽ എല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടിട്ട് കത്തി നിന്ന വിവാദങ്ങൾക്കെല്ലാം ഒരു തരത്തിൽ പരിഹാരമായിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ മരണം സ്വാഭാവിക മരണമാണ് എന്നും അദ്ദേഹത്തെ എങ്ങനെയാണ് അടക്കം ചെയ്തതെന്ന് അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയും പറഞ്ഞതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ട് പൂശിയും ഭസ്മമിട്ട് നിറച്ചും തലയിൽ തൊടാതെ സ്ലാബ് വെച്ചും ഒക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു സമാധിയുടെ കാര്യങ്ങൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെയാണ് അടക്കം ചെയ്തിരുന്നത്. അസ്വാഭാവികമായി ഒന്നും കാണാനില്ല. അദ്ദേഹം സ്വാഭാവികമായും മരണപ്പെട്ടതാണ് എന്നത് ഇപ്പോൾ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തു വരുന്നത്. നിങ്ങൾ ഒരു നിമിഷം ഞാൻ പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക. ഈ അന്ധവിശ്വാസങ്ങൾ, ഈശ്വര വിശ്വാസം ഇതുമായി ബന്ധപ്പെട്ടൊന്നും അല്ലാതെ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. അതായത് ശ്രീനാരായണ ഗുരു സമാധിയാണ് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സമാധി. ഈ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം എനിക്ക് തോന്നുന്നത് പൂർണ്ണമായും ഒരു ഈശ്വര വിശ്വാസമുള്ള കുടുംബമാണ്. ഇവരെല്ലാവരും ജീവിക്കുന്നത് തന്നെ ആ ഒരു ഈശ്വര വിശ്വാസത്തിന്റെ ഒക്കെ പുറത്താണ്. നിങ്ങളായാലും ശരി, ഞാനായാലും ശരി, പെട്ടെന്ന് വീട്ടിന്റെ അടുത്തുള്ള ഒരാൾ സമാധിയായി എന്ന് പറഞ്ഞ ഒരാൾ വന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് തിരിച്ചു വയ്ക്കുന്നു, സമാധിയായോ? മരിച്ചോ? ഇല്ല, മരിച്ചിട്ടില്ല. സമാധിയായി. സമാധിയോ? അപ്പോ മരിച്ചോ? ഇല്ല, മരിച്ചില്ല, സമാധിയായി എന്നൊക്കെ പറയുമ്പോൾ ഈ സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ലേ. ഇദ്ദേഹം കുറെ പ്രാണായാമം, കുംഭകം ചെയ്ത് മേളിലെത്തിക്കുക ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സാധാരണക്കാർക്കും ഇത് മനസ്സിലാവില്ല. അപ്പോൾ ഇവര് വിചാരിച്ചിട്ടുണ്ടാവുക ശ്രീനാരായണ ഗുരു സമാധിയെ പറ്റി അറിയാവുന്ന എല്ലാ ജനങ്ങളും സമാധി എന്നാൽ എന്തെന്ന് മനസ്സിലാവുമെന്നും തന്റെ അച്ഛൻ എത്രയോ വർഷങ്ങളായിട്ട് സ്വാമിയായി ജീവിക്കുകയാണെന്നും അദ്ദേഹം ഇവിടെ വന്ന് സമാധിയായി മാറുമ്പോൾ അദ്ദേഹം ഒരു എൻലൈറ്റഡ് പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു ആത്മീയ ആചാര്യനായിട്ട് ഉയർത്തപ്പെടും എന്നൊക്കെ ആ പാവങ്ങൾ തെറ്റിദ്ധരിച്ചു കാണും. അതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിന്റെ സമാധിക്ക് ശേഷം നാട്ടിൽ മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചത്. പക്ഷേ ഇത് 21-ാം നൂറ്റാണ്ടായതുകൊണ്ടും ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വളരെ മാറി നിൽക്കുന്നത് കൊണ്ടും ഇത്തരം കാര്യങ്ങൾ ഒരു അസ്വാഭാവികമായ സംഭവങ്ങൾ, അല്ലാതെ നാട്ടിൽ സ്ഥിരം നടക്കുന്ന ഒന്നല്ലാത്തത് കൊണ്ടും ആശ്ചര്യം തോന്നാം ആൾക്കാർക്ക്. അതുമായി ബന്ധപ്പെട്ട് റൂമറുകൾ, പല പല കുറ്റങ്ങൾ, 100 നാവുകളാണ് ആൾക്കാർക്ക് എന്തും പറയാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമെന്നൊന്നും ഇവർ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇവരും സംസാരിക്കുന്ന പല ഇന്റർവ്യൂകളിൽ ഞാൻ കണ്ടിടത്തോളം ഇതുങ്ങളൊന്നും മാധ്യമങ്ങളെ കണ്ടിട്ടോ അവരോടൊന്നും സംസാരിച്ചിട്ടോ ഒന്നും ശീലമില്ലാത്ത ടീമുകളാണ്. ഇവരൊന്നും രാഷ്ട്രീയ പ്രവർത്തകരും അല്ല, പ്രാസംഗികരും അല്ല, ഒന്നും അല്ല എന്നൊക്കെ ഇവരുടെയൊക്കെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാര്യം ഇവരെല്ലാവരും ഒരു വീട്ടിൽ അയൽവക്കത്തുള്ള ആൾക്കാരുടെ തർക്കിക്കുന്ന പോലെയും സംസാരിക്കുന്ന പോലെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുക. ഈ മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലും ഇതുങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്തത് കൊണ്ടൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ഇനി ആർക്കെങ്കിലും സമാധി ആകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ വല്ല കാശി വാരണാസിയിലേക്ക് വിടുക. ഇവിടെ സമാധിയാകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ളവർക്ക് ഇത് എത്രത്തോളം തലവേദന ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഈ സമാധി എന്നത് ഗവൺമെന്റ് എങ്ങും തൊടാതെ വിട്ടുകഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആസ്തിയുള്ള ഒരാളെ, ഇപ്പൊ ഈ ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ എനിക്ക് ഇദ്ദേഹത്തെ കൊന്നതല്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാര്യം വെച്ചാൽ ഇയാൾ അങ്ങനെ ഒരു കോടീശ്വരനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഇൻഷുറൻസ് പ്രീമിയം ഒന്നും ഉള്ള ഒരു വ്യക്തിയല്ല, ഒരു സാധാരണക്കാരനാണ്. ആ വീടും അവരൊന്നും വലിയ പണക്കാരൊന്നും അല്ല, കണ്ടിട്ട് തന്നെ വലിയ റിച്ച് സെറ്റപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ പണക്കാരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുങ്ങളെ തല്ലിക്കൊന്ന് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് സമാധിയാണ് തൊടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഭാവിയിലേക്ക് വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ആരെങ്കിലും സമാധിയാകാൻ പോകുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 പേരെയും ഒരു ഡോക്ടറെയും സാക്ഷിയായി നിർത്തുക. അതും ശാസ്ത്രീയ വിധി പ്രകാരം തെറ്റാണ് എങ്കിൽ നിങ്ങൾക്ക് അതൊരു വിൽപത്രമായിട്ട് എഴുതി ഏതെങ്കിലും ലോക്കറിൽ സൂക്ഷിക്കുകയെങ്കിലും ചെയ്യാം. ഞാൻ ഇന്ന ഡേറ്റിൽ ഇന്ന തീയതിയിൽ ഞാൻ സമാധിയാകും, എൻ്റെ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമാധി ആവുന്നതുകൊണ്ട് തന്നെ ആരും കാണാനോ തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ലാത്തതുകൊണ്ട് ഞാൻ അന്നേ ദിവസം സമാധിയാകുന്നതാണ് എന്ന് 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഒരു വിൽപത്രം തയ്യാറാക്കി ലോക്കറിൽ സൂക്ഷിച്ചാൽ മതി. പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടും. ഇപ്പൊ നിലവിൽ ഇദ്ദേഹത്തിന്റെ മരണം സ്വാഭാവിക മരണമായതുകൊണ്ട് തന്നെ കത്തി നിന്നിരുന്ന മക്കൾ തല്ലിക്കൊന്നു എന്നതും സ്ലാബിട്ട് മൂടി എന്നുള്ളതും ഇതിനെപ്പറ്റി ഉണ്ടാക്കിയ ട്രോളുകാരും ഒക്കെ അത്യാവശ്യം പൈസയൊക്കെ സമ്പാദിക്കുള്ളവർ ഇതുമായിട്ട് സമ്പാദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ചില ബുദ്ധിജീവികളൊക്കെ കുറച്ച് അൺഹാപ്പി ആയിരിക്കും എന്നുള്ളത് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇത്തരം വിഡ്ഢിത്തരങ്ങൾ ആരും കാണിക്കാതിരിക്കുക. കാരണം നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവൻ വിടാൻ കെൽപ്പുള്ളവനാണ് എങ്കിൽ നിങ്ങളെ ഞാൻ സമ്മതിക്കുന്നു. ഇത് അന്ധവിശ്വാസമോ അതീന്ദ്രിയ വിശ്വാസമാണോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ സമയത്തിൽ സ്വന്തം ജീവൻ പുറത്തേക്ക് കളയാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ആത്മഹത്യ ഒന്നും ചെയ്യാതെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാളുടെ ഒരു കഴിവാണ് എന്ന് വേണേൽ നമുക്ക് പറയാം. ആറ്റിൽ ചാടിയോ കൈമുറിച്ചോ ചോര കളഞ്ഞോ കഴുത്തി കുരുക്കുട്ടോ ഒന്നും അല്ലല്ലോ ചെയ്തേക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പ്രിക്കോഷൻ ആയിട്ട്
നിങ്ങൾ ഇത് ആരെങ്കിലുമൊക്കെ അറിയിച്ചിരിക്കുക, ഒരു വിൽപത്രമെങ്കിലും എഴുതി വെച്ചിരിക്കുക. എന്തായാലും ഈ എടുത്തുകൊണ്ട് പോയ ഈ സമാധി ശരീരത്തെ അതുപോലെ തന്നെ തിരിച്ചുകൊണ്ട് വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിയമത്തിന്റെ വഴിയിൽ തന്നെ നടക്കട്ടെ. ജയ് ഹിന്ദ്.